لهذا السر أدعو في يساري وعساري أنا عبد صار فخري ضمن فقري واضطرار قد كفاني علم ربي من سؤالي واختياري فدعائي وابتهالي شاهد لي بافتقاري. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സലാം അടക്കുന്നില്ലേ? ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ സവിശേഷത അതിൻ്റെ പ്രാമാണികത തന്നെയാണ്. അതുകൊണ്ട് ആ പ്രമാണങ്ങളിൽ നിന്ന് എവിടെ ഒരല്പം വഴിമാറുന്നുവോ അതിനെ ഗൗരവമായി തന്നെയാണ് പ്രമാണങ്ങൾ നോക്കിക്കാണുന്നത്. ഒരു ചെറിയ സംഭവം പറഞ്ഞുകൊണ്ട് വിഷയം ആരംഭിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിമാരിൽ പ്രഗത്ഭനായ സ്വഹാബിയാണ് ഹുദൈഫ റളിയല്ലാഹു അൻഹു. നബിയുടെ രഹസ്യ സൂക്ഷിപ്പുകാരൻ എന്ന സാഹിബു സിർ എന്ന സ്ഥാനപ്പേരിൽ അറിയപ്പെടുന്ന സ്വഹാബി. അദ്ദേഹം ഒരിക്കൽ 2 ചെറിയ കല്ലുകൾ എടുത്തുകൊണ്ട് ആ 2 കല്ലുകൾ കൂട്ടിപ്പിടിച്ച് കൂടെയുള്ള ആളുകളോട് ചോദിച്ചു, ഈ 2 കല്ലുകൾക്കിടയിൽ നിങ്ങൾ സൂര്യപ്രകാശം കാണുന്നുണ്ടോ എന്ന്. അവർ പറഞ്ഞു, അല്പം മാത്രം ഞങ്ങൾ കാണുന്നു. ശേഷം അദ്ദേഹം പറഞ്ഞു, വല്ലദീ നഫ്സീ ബിയദിഹി ലതദ്ഹുറുന്നൽ ബിദ്അ, അല്ലാഹുവാണ് സത്യം, തീർച്ചയായും ബിദ്അത്തുകൾ ഈ സമുദായത്തിൽ വ്യാപകമായി വരിക തന്നെ ചെയ്യും. ഹത്താ ലാ യുറാ മിനൽ ഹഖ് ഇല്ലാ ഖദറ മാ യുറാ മിനൻ നൂരി മിൻ ബൈനി ഹാദൈനിൽ ഹജറൈൻ. ഈ 2 കല്ലുകൾക്കിടയിലൂടെ സൂര്യപ്രകാശം എത്ര അല്പമായാണോ കാണുന്നത്, അതുപോലെ ബിദ്അത്തുകൾക്കിടയിൽ അല്പം മാത്രം സത്യത്തെ കാണുന്ന ഒരു ഘട്ടം തീർച്ചയായും ഈ സമൂഹത്തിൽ വരിക തന്നെ ചെയ്യും. വല്ലാഹി ലതഫ്ശുവന്നൽ ബിദ്അു ഹത്താ ഇദാ തുരിക മിൻഹാ ശൈഉൻ ഖാലു തുരികത്തിസ് സുന്ന. അല്ലാഹുവാണ് സത്യം, ബിദ്അത്തുകൾ വ്യാപിക്കുക തന്നെ ചെയ്യും. ഹത്താ ഇദാ തുരിക മിൻഹാ ശൈഉൻ, ആ ബിദ്അത്തുകളിൽ നിന്ന് വല്ലതുമൊക്കെ ആരെങ്കിലും ഒഴിവാക്കുന്നുവെങ്കിൽ ആളുകൾ പറയും തുരികത്തിസ് സുന്ന, സുന്നത്ത് ഒഴിവാക്കപ്പെട്ടു എന്ന് ജനങ്ങൾ പറയുന്ന തരത്തിലേക്ക് ബിദ്അത്തുകൾ സുന്നത്തുകളുടെ സ്ഥാനം കയ്യേറുമെന്ന് സ്വഹാബിയായ ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. ഇസ്ലാം അതിന് ഏറ്റവും വലിയ സവിശേഷത സൂചിപ്പിച്ചതുപോലെ പ്രാമാണികതയാണ്. കാരണം ഇസ്ലാം ദൈവികമായ മതമാണ്. മറ്റൊരുപാട് മതങ്ങളെപ്പോലെ കേവലമായൊരു മതമല്ല. അതുകൊണ്ട് ഈ മതത്തിലെ മുഴുവൻ അധ്യാപനങ്ങളും വഹ്യ് പ്രകാരം മാത്രമായി ലഭിച്ചതാണ്. വഹ്യില്ലാതെ മതത്തിൽ ഒരു കാര്യവും സ്ഥിരപ്പെടുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും വഹ്യ് പ്രകാരമല്ലാതെ മതം പറഞ്ഞിട്ടില്ല, പറയാൻ അനുവാദമില്ല എന്ന് വ്യത്യസ്തങ്ങളായ ആയത്തുകളുടെ ഖുർആൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് മതത്തിലെ മുഴുവൻ കാര്യങ്ങളും ആ വഹ്യ് അടിസ്ഥാനമാക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു പോയി. സൂറത്ത് മാഇദയിൽ 3-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പഠിപ്പിച്ചു, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ദീർഘമായ ഒരായത്തിൻ്റെ ഒരു ഭാഗമാണ് അത്. ഇന്നു ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം പൂർത്തിയാക്കി തന്നിരിക്കുന്നു, എൻ്റെ അനുഗ്രഹങ്ങളെ
പൂർണ്ണമാക്കിയിരിക്കുന്നു, ഇസ്ലാമിനെ മതമായി തൃപ്തിപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഇങ്ങനെ മതം പൂർണ്ണമായി പഠിപ്പിക്കപ്പെടുകയും അതിലെ മുഴുവൻ അധ്യാപനങ്ങളും കൃത്യമായി പഠിപ്പിക്കുകയും ആ മതത്തിനെ പൂർത്തിയായ മതമായി തൃപ്തിപ്പെട്ട് ഏൽപ്പിക്കുകയും ചെയ്തിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തുനിന്ന് യാത്രയായി പോകുന്നത്. ആ സുന്നത്തുകളെയാണ് ജീവിതത്തിൽ പാലിക്കേണ്ടത്. എന്നാൽ പ്രവാചകന്റെ കാലശേഷം ആ മതത്തിലേക്ക് പിന്നെ വ്യാജമായി കൂട്ടിച്ചേർക്കപ്പെടുന്ന മതാചാരങ്ങളായി കടന്നു വരുന്ന എന്തെല്ലാമുണ്ടോ അതിൻ്റെ പേരാണ് ബിദ്അത്തുകൾ എന്നത്. പൂർത്തിയായ മതത്തിൽ പൂർത്തിയായതിനു ശേഷം പിന്നീട് കൂട്ടിച്ചേർക്കപ്പെടുന്ന കാര്യങ്ങൾ നമസ്കാരമാവാം, നോമ്പാവാം, ദിക്റാവാം, ദുആയാവാം, സ്വലാത്തുകളാവാം, തസ്ബീഹുകളാവാം, മറ്റ് ഏതു ആരാധനാ കർമ്മങ്ങളുമാകാം. പൂർത്തിയായ മതത്തിൽ ആ പൂർത്തിയാക്കപ്പെട്ടതിനു ശേഷം പിന്നീട് കൂട്ടിച്ചേർക്കപ്പെടുന്ന കാര്യങ്ങൾ എന്തോ അതിനെയാണ് ബിദ്അത്തുകൾ എന്ന് പ്രമാണങ്ങൾ പരിചയപ്പെടുത്തിയത്. വ്യത്യസ്ത രൂപങ്ങളിൽ ബിദ്അത്തുകൾ വരാം. ഒന്നുകിൽ പ്രവാചകൻ പഠിപ്പിക്കാത്ത പുതിയ ഒരു ഇബാദത്ത്, പുതിയൊരു ആരാധന, പുതിയൊരു ആചാരം മതത്തിലേക്ക് പുതിയതായി കൊണ്ടുവരിക. പുതിയ നമസ്കാരങ്ങൾ, അന്നില്ലാത്ത ഒരു നമസ്കാരം, അന്നില്ലാത്ത പുതിയൊരു നോമ്പ്, അങ്ങനെ പുതിയതായി കൂട്ടിച്ചേർക്കപ്പെടാം. അത് ബിദ്അത്തുകളാണ്. ഉദാഹരണമായി തസ്ബീഹി നമസ്കാരം നമ്മുടെ നാടുകളിൽ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്ന ഒന്നാണ്. തസ്ബീഹി നമസ്കാരം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമസ്കരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പഠിപ്പിക്കപ്പെടാറുണ്ട്. ആ നമസ്കാരത്തെ കഴിയുമെങ്കിൽ ആഴ്ചയിലൊന്ന്, ഇല്ലെങ്കിൽ മാസത്തിലൊന്ന്, ഇല്ലെങ്കിൽ വർഷത്തിലൊന്ന്, അതിനും സാധ്യമല്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമസ്കരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പഠിപ്പിക്കപ്പെടുന്ന നമസ്കാരമാണ് തസ്ബീഹി നമസ്കാരം. 300 തസ്ബീഹുകൾ ചൊല്ലിക്കൊണ്ട് 4 റക്അത്ത് നിസ്കരിക്കുക, അതാണ് അതിൻ്റെ രീതി. യഥാർത്ഥത്തിൽ പ്രവാചകൻ പഠിപ്പിച്ചു വന്ന് സ്ഥിരപ്പെട്ട ഹദീസുകളിൽ ആ നമസ്കാരം വന്നിട്ടില്ല. അതുപോലെ പുതിയ നോമ്പുകൾ വരാം. പ്രവാചകർക്ക് പരിചയമില്ലാത്ത നോമ്പുകൾ നമ്മുടെ നാടുകളിൽ ഉണ്ട്. മിഅ്റാജ് നോമ്പ് എന്ന പേരിൽ, ബറാഅത്ത് നോമ്പ് എന്ന പേരിൽ, 96 നോമ്പ് എന്ന പേരിൽ വ്യത്യസ്തങ്ങളായ നോമ്പുകൾ നമ്മുടെ നാടുകളിൽ ഉണ്ട്. നോമ്പുകൾ ഏതെല്ലാമുണ്ടോ അവയെല്ലാം പ്രമാണം പഠിപ്പിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച നോമ്പ് ഹദീസിൽ വന്നതാണ്. വ്യാഴാഴ്ച നോമ്പ് ഹദീസിൽ വന്നതാണ്. അറഫാ ദിവസത്തെ നോമ്പ് ഹദീസിൽ വന്നതാണ്. മുഹറം 9ഉം 10ഉം ഹദീസിൽ പഠിപ്പിക്കപ്പെട്ടവയാണ്. ശവ്വാലിൽ 6 ദിവസത്തെ നോമ്പ് ഹദീസിൽ പഠിപ്പിച്ചവയാണ്. ഇങ്ങനെ ഏതെല്ലാം ഹദീസുകളിൽ സ്ഥിരപ്പെട്ട നോമ്പുകൾ ഏതെല്ലാമുണ്ടോ അവയെല്ലാം നമുക്ക് ജീവിതത്തിൽ പാലിക്കാവുന്നവയാണ്. എന്നാൽ പൂർത്തിയായതിനു ശേഷം ആ മതത്തിലേക്ക് വ്യാജമായി കൂട്ടിച്ചേർക്കപ്പെടുന്നത് നോമ്പാണെങ്കിലും നോമ്പായി പരിഗണിക്കപ്പെടുക ഇല്ല. നോമ്പെന്ന് പേരിട്ടത് കൊണ്ട് അത് നോമ്പാവുക ഇല്ല എന്നർത്ഥം. ശഅബാൻ 15-നാണ് നമ്മുടെ നാടുകളിൽ ബറാഅത്ത് നോമ്പ് എന്ന പേരിൽ നോമ്പെടുക്കാറുള്ളത്. റജബ് മാസം 27-നാണ് മിഅ്റാജ് നോമ്പ് എന്ന പേരിൽ നോമ്പെടുക്കാറുള്ളത്. യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിഅ്റാജ് യാത്രയ്ക്കു ശേഷം, വാനാരോഹണത്തിന് ശേഷം വർഷങ്ങൾ ജീവിച്ചു. ആ വർഷങ്ങളിൽ എന്നെങ്കിലും ഒരിക്കൽ അത്തരമൊരു നോമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നോറ്റില്ല, നോൽക്കാൻ പഠിപ്പിച്ചില്ല. അതുകൊണ്ട് തന്നെ ആ നോമ്പ് ഇസ്ലാമികമല്ല എന്നർത്ഥം. ഇങ്ങനെ മതത്തിൽ ഇല്ലാത്ത പുതിയ ഒന്ന് കൂട്ടിച്ചേർക്കൽ അത് ബിദ്അത്തായി മാറും. ഇനി മതത്തിൽ ഉള്ള ഒന്നിന് പ്രവാചകൻ പഠിപ്പിക്കാത്ത പ്രത്യേകമായ സമയമോ പ്രത്യേകമായ എണ്ണമോ പ്രത്യേകമായ രീതിയോ പ്രത്യേകമായ പുണ്യമോ നിശ്ചയിക്കുമ്പോൾ അതിനെയും ബിദ്അത്ത് എന്ന് പറയാം. എന്തിനെല്ലാം പ്രത്യേകമായ എണ്ണം പാലിക്കണമോ അതെല്ലാം പ്രമാണങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. നമസ്കാര ശേഷം സുബ്ഹാനല്ലാഹ് പറയാൻ പറഞ്ഞപ്പോൾ 33 പ്രാവശ്യം എന്ന് പ്രത്യേകം എണ്ണം തന്നെ പഠിപ്പിച്ചു. അതേപോലെ ഓരോന്നും എവിടെയെല്ലാം എണ്ണം പ്രത്യേകമായി ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യേണ്ടതുണ്ടോ അതെല്ലാം പ്രമാണങ്ങളിൽ ആ എണ്ണമടക്കം കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ എണ്ണം പറയാതെ പൊതുവായി പഠിപ്പിച്ച ഒന്നിന് പ്രത്യേകമായി എണ്ണം നിശ്ചയിക്കുക, അത് മതത്തിലേക്ക് കൂട്ടിച്ചേർക്കുന്നുവെങ്കിൽ അത് ബിദ്അത്തായി മാറും. പ്രമാണങ്ങളിൽ എണ്ണം പറയാത്ത ഒന്നിന് എണ്ണം പറയാൻ നമുക്കനുവാദമില്ല. ഓരോരുത്തർ സൗകര്യത്തിന് അയാൾക്ക് നിശ്ചയിക്കാൻ പാടില്ല എന്നതല്ല അതിനർത്ഥം. മതത്തിൻ്റെ ഭാഗമായി രാവിലെ ഇത്ര പ്രാവശ്യം ചൊല്ലണം, വൈകുന്നേരം ഇത്ര പ്രാവശ്യം ചൊല്ലണം, തിങ്കളാഴ്ച ഇത്ര പ്രാവശ്യം ചൊല്ലണം, ഇന്ന രോഗത്തിന് ഇന്ന ആയത്ത് ഇത്ര പ്രാവശ്യം ഓതണം എന്നൊക്കെ പറയണമെങ്കിൽ അത് വഹ്യിൻ്റെ പിൻബലം വേണം. വഹ്യിൻ്റെ പിൻബലമില്ലാതെ
അങ്ങനെ നിശ്ചയിക്കപ്പെടുന്നവയെ ബിദ്അത്തുകൾ, മതത്തിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുന്ന അനാചാരങ്ങൾ എന്നാണ് അതിന് പ്രമാണങ്ങളുടെ ഭാഷയിൽ പേര് പറയുക. അതേപോലെ ചില കർമ്മങ്ങൾക്ക് മതം സമയം നിശ്ചയിച്ചിട്ടുണ്ട്, അത് ആ സമയത്ത് തന്നെ നിർവഹിക്കപ്പെടേണ്ടതാണ്. എന്നാൽ മതത്തിൻ്റെ പ്രമാണങ്ങൾ സമയം നിശ്ചയിക്കാത്ത ഒന്നിന് നമ്മുടെ വകയായി സമയം നിശ്ചയിച്ചു കൊടുക്കുക അതും പാടില്ല. ഒരു കർമ്മം ചെയ്യാൻ അത് ഇന്ന സമയത്താ നല്ലത്, അത് ഈ സമയത്താ നല്ലത്, ഈ ദിവസമാ നല്ലത്, തിങ്കളാഴ്ച സ്വലാത്ത്, വ്യാഴാഴ്ച സ്വലാത്ത്, മാസം 17 സ്വലാത്ത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകമായ സമയവും സ്ഥലവും അതേപോലെ തീയതിയും നിശ്ചയിച്ചുകൊണ്ട് ആ സമയത്തിന് സവിശേഷത കൽപ്പിക്കുന്ന തരത്തിൽ സ്വലാത്താണെങ്കിലും ദിക്റാണെങ്കിലും ദുആയാണെങ്കിലും തസ്ബീഹാണെങ്കിലും അതൊക്കെ അങ്ങനെ പരിചയപ്പെടുത്തപ്പെടുന്നുവെങ്കിൽ അതും മതത്തിലേക്ക് പിൽക്കാലത്ത് കൂട്ടിച്ചേർക്കപ്പെടുന്ന ബിദ്അത്തുകളായാണ് പരിഗണിക്കപ്പെടുക. ചുരുക്കത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തെല്ലാമാണോ മതമായി പഠിപ്പിച്ചത്, എങ്ങനെയെല്ലാമാണോ പഠിപ്പിച്ചത്, എവിടെയെല്ലാമാണോ പഠിപ്പിച്ചത്, എത്രയാണോ പഠിപ്പിച്ചത്, അതെല്ലാം ആ അർത്ഥത്തിൽ തന്നെ പാലിക്കുമ്പോഴാണ് അത് യഥാർത്ഥ അമലായി, യഥാർത്ഥ ഇബാദത്തായി സ്വീകരിക്കപ്പെടുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ എല്ലാ ഖുതുബയിലും എല്ലാ ഉപദേശങ്ങളുടെയും തുടക്കത്തിൽ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തിയിരുന്ന ഹദീസാണ് വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല എന്ന വചനം. വ്യത്യസ്തങ്ങളായ പദങ്ങളിൽ ആ ഹദീസ് ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. അഥവാ പ്രവാചകന്റെ ചര്യയാണ് ഏറ്റവും നല്ല ചര്യ എന്നാണ് ആ ഹദീസിന്റെ ആദ്യ ഭാഗത്തുള്ളത്. ഖൈറൽ കലാമി കലാമുല്ലാഹ് വ ഖൈറൽ ഹദി ഹദിയു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും നല്ല കലാം അല്ലാഹുവിൻ്റെ കലാമാണ്, ഖുർആനാണ്. ഏറ്റവും നല്ല ചര്യ ഹദിയു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബിയുടെ ചര്യയുമാണ് എന്ന് പറഞ്ഞതിനു ശേഷം അവിടുന്ന് പ്രത്യേകം പറഞ്ഞു വശർറൽ ഉമൂരി മുഹ്ദസാതുഹാ, കാര്യങ്ങളിൽ ഏറ്റവും ദുഷിച്ചത്, ഏറ്റവും ശർറായത് മുഹ്ദസാതുഹാ, പിൽക്കാലത്ത് വ്യാജമായി കൂട്ടിച്ചേർക്കപ്പെടുന്ന പുത്തൻ ആചാരങ്ങളാണ് എന്നാണ്. വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ, അങ്ങനെ പുതിയതായി കൂട്ടിച്ചേർക്കപ്പെടുന്ന എന്തെല്ലാമുണ്ടോ അത് മുഴുവനും ബിദ്അത്തുകളാണ്, അനാചാരങ്ങളാണ്. വകുല്ല ബിദ്അത്തിൻ ളലാല, ആ ബിദ്അത്തുകൾ മുഴുവനും വഴികേടാണ്, പിഴച്ച മാർഗമാണ്. ചില റിപ്പോർട്ടിൽ വകുല്ല ളലാലത്തിൻ ഫിന്നാർ, അത്തരം വഴികേടുകൾ മുഴുവനും നരകത്തിലേക്കുമാണ് എന്ന് പഠിപ്പിക്കപ്പെടുന്നു. അതുകൊണ്ട് എന്ത് ന്യായം പറഞ്ഞാലും ശരി, ഒരു ഇബാദത്ത് ഇബാദത്തായി മാറണമെങ്കിൽ, ഒരു സ്വലാത്തായി മാറണമെങ്കിൽ, ഒരു ദിക്റായി മാറണമെങ്കിൽ, ഒരു നമസ്കാരമായി സ്വീകരിക്കപ്പെടണമെങ്കിൽ, ഒരു നോമ്പായി അംഗീകരിക്കപ്പെടണമെങ്കിൽ അതിന് പ്രവാചകരുടെ മാതൃകയുടെ പിൻബലം അനിവാര്യമാണ്. അല്ലാത്തിടത്തോളം കാലം അതിനെ ഇബാദത്തായി സ്വീകരിക്കാവതല്ല. അങ്ങനെ വരുമ്പോൾ നമ്മുടെ നാടുകളിൽ ഉള്ള നാരിയാ സ്വലാത്ത്, കമാലിയാ സ്വലാത്ത്, താജ് സ്വലാത്ത്, നബിയെ സ്വപ്നം കാണാന സ്വലാത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കപ്പെടുന്ന ധാരാളം സ്വലാത്തുകൾ, അവ സ്വലാത്തുകളല്ല, നേരെ മറിച്ച് പലർക്കും ബിസിനസ്സിന് വേണ്ടി ഇറക്കുന്ന ചില വ്യാജമായ ഡ്യൂപ്ലിക്കേറ്റ് ചരക്കുകളാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇനി അത്തരം ബിദ്അത്തുകളുടെ ഗൗരവം പ്രവാചകൻ ധാരാളമായി പഠിപ്പിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ച ഹദീസ് തന്നെ അതിൽ എമ്പാടുമാണ്. ഏറ്റവും ദുഷിച്ച കാര്യങ്ങൾ ബിദ്അത്തുകളാണ്. ആ ബിദ്അത്തുകൾ മുഴുവനും വഴികേടാണ്, ളലാലത്താണ് എന്നാണ് എല്ലാ ഖുതുബയിലും എല്ലാ ഉപദേശങ്ങളിലും അവിടുന്ന് ഊന്നിപ്പറഞ്ഞ ഒരു ഹദീസ്. ഒരിക്കൽ പോലും ഒരു ഹദീസിൽ പോലും ആ ബിദ്അത്തുകൾക്കിടയിലും നല്ല ബിദ്അത്തുണ്ട് എന്ന ഒരു പദപ്രയോഗം പോലും പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല. ഏറ്റവും ചുരുങ്ങിയത് 1000 പ്രാവശ്യമെങ്കിലും നബിതങ്ങൾ പറഞ്ഞ ഒരു ഹദീസ്, അതിൽ ഒരിക്കലെങ്കിലും നല്ല ബിദ്അത്തുമുണ്ട് എന്ന ഒരു ന്യായം പറഞ്ഞിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ല എന്നാണെങ്കിൽ പിന്നെ നല്ലതാണ് എന്ന ന്യായം പറഞ്ഞിട്ട് ബിദ്അത്തുകളെ കൊണ്ടുവരാൻ നമുക്കൊരിക്കലും അനുവാദമില്ല എന്നർത്ഥം. ഇന്ന് മുസ്ലിം സമുദായത്തിൽ പലരും അങ്ങനെയാണ്. ബിദ്അത്താണ് സമ്മതിക്കുന്നു, എന്നാലും നല്ലതല്ലേ, നല്ല ബിദ്അത്തല്ലേ എന്ന ന്യായമാണ് പലപ്പോഴും പറയാറുള്ളത്. നബിദിനാഘോഷം വരുമ്പോൾ ആ ന്യായമാണ് പറയുക. പ്രവാചകൻ ചെയ്തിട്ടില്ല, ശരിയാണ്. സ്വഹാബത്തിന് പരിചയമില്ല, ശരിയാണ്. ആദ്യ തലമുറകൾക്ക് പരിചയമില്ല, ശരിയാണ്. ഹിജ്റ 600 ശേഷം 7-ാം നൂറ്റാണ്ടിൽ മുദഫർ എന്ന രാജാവ് ഉണ്ടാക്കിയതാണ്, ശരി. പക്ഷെ എന്നാലും നല്ലതല്ലേ, സ്നേഹമല്ലേ, മദ്ഹല്ലേ, മഹത്വപ്പെടുത്തലല്ലേ, പ്രശംസയല്ലേ എന്ന ന്യായം പറഞ്ഞിട്ടാണ്
ബിദ്അത്താണെന്ന് സമ്മതിക്കുന്നവരും ന്യായീകരിക്കാൻ ശ്രമിക്കാറുള്ളത്. എന്നാൽ 1000 പ്രാവശ്യമെങ്കിലും പറഞ്ഞ ഒരു ഹദീസ് വകുല്ല ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തും വഴികേടാണെന്ന് പറഞ്ഞ ആ പ്രവാചകർ ഒരിക്കൽ പോലും ചില ബിദ്അത്തുകളെങ്കിലും നല്ലതുണ്ടാകുമെന്ന് പഠിപ്പിച്ചില്ല എന്നത് ഗൗരവമായി തന്നെ നമ്മൾ കാണേണ്ടതുണ്ട്. മാത്രവുമല്ല, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പ്രവാചക സ്വഹാബിമാരിൽ പ്രഗൽഭനായ സ്വഹാബി, അദ്ദേഹം പറയുന്നു, അൽ ഇഖ്തിസാദു ഫി സുന്ന അഹ്സനു മിനൽ ഇജ്തിഹാദി ഫിൽ ബിദ്അ. ബിദ്അത്തായ കാര്യങ്ങളിൽ വലിയ പരിശ്രമങ്ങൾ ഒരാൾ ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് സുന്നത്തുകളിൽ മിതമായ നിലയ്ക്ക് കാര്യങ്ങൾ ചെയ്യലാണ് എന്നാണ്. മിതമായ അർത്ഥത്തിൽ, ഒരു മിതമായ സ്വഭാവത്തിൽ സുന്നത്ത് പ്രകാരം ജീവിക്കുന്നുവെങ്കിൽ അതാണ് ബിദ്അത്തുകൾ ധാരാളം ചെയ്ത് കൂട്ടുന്നതിനേക്കാളും അയാൾക്ക് ഖൈറ് എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ സ്വഹാബിമാരിൽ പ്രഗൽഭനാണ്, ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവാണ്. അദ്ദേഹം പറയുന്നു, മാ അതാ അലന്നാസി ആമുൻ ഇല്ലാ അഹ്ദസു ഫീഹി ബിദ്അ വഅമാതു ഫീഹി സുന്ന. ഓരോ വർഷങ്ങൾ കഴിയുമ്പോഴും ആളുകൾ ഓരോ ബിദ്അത്തുകളെങ്കിലും പുതിയതായി കൊണ്ടുവരാതിരിക്കില്ല, അതിനു പകരം സുന്നത്തുകൾ നഷ്ടപ്പെടാതിരിക്കുകയുമില്ല. ഹത്താ തഹ്യൽ ബിദ്ഉ വതമൂതസ് സുനൻ. അവസാനം ബിദ്അത്തുകൾ സജീവമായി വരികയും സുന്നത്തുകൾ മരിച്ചൊടുങ്ങി ഇല്ലാതായി പോവുകയും ചെയ്യുന്ന ഘട്ടം വരുമെന്നാണ്. ഒരു ബിദ്അത്ത് വരുമ്പോൾ ഒരു സുന്നത്ത് പോകും. കാരണം എല്ലാം പഠിപ്പിക്കപ്പെട്ട് പൂർത്തിയായ മതമാണ് ഇസ്ലാം. പൂർണ്ണമായും വെള്ളമുള്ള പാത്രത്തിലേക്ക് ഒരു കല്ല് ഇടണമെങ്കിൽ ആ കല്ലിൻ്റെ വെയിറ്റ് എന്താണോ അതിന് സമാനമായ അളവിൽ വെള്ളം പുറത്തേക്ക് പോകേണ്ടതുണ്ട്. എങ്കിലേ ആ കല്ല് ആ പാത്രത്തിലേക്ക് ഇടാൻ കഴിയൂ. എങ്കിൽ എല്ലാം പൂർത്തിയായ മതത്തിലേക്ക് ഇനി കൂട്ടിച്ചേർക്കണമെങ്കിൽ പകരം മറ്റൊന്ന് പുറത്തേക്ക് ഒഴിവാകേണ്ടി വരും. അങ്ങനെ ബിദ്അത്തുകൾ വരുമ്പോൾ സുന്നത്തുകൾ പോകുമെന്നർത്ഥം. അതാ തുടക്കത്തിൽ പറഞ്ഞ സംഭവം, അതും കൂടെ അവസാനിപ്പിക്കാം. ഹുദൈഫ റളിയല്ലാഹു അൻഹു 2 കല്ലെടുത്ത് കൂട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചുവെന്ന് ഞാൻ പറഞ്ഞുവല്ലോ. ഈ 2 കല്ലുകൾക്കിടയിൽ സൂര്യപ്രകാശം കാണുന്നുണ്ടോ? സൂര്യപ്രകാശം വ്യക്തമാണ്, എല്ലാവർക്കും കാണാം, ലോകത്തിൻ്റെ ഏതു ഭാഗത്തുനിന്നും കാണാം. പക്ഷേ 2 ചെറിയ കല്ലു മതി നമ്മുടെ കണ്ണിൽ നിന്ന് ആ പ്രകാശത്തെ മറച്ചു വെക്കാൻ. ആ 2 കല്ലുകൾക്കിടയിലൂടെ നോക്കിയാൽ അല്പം മാത്രം ആ വെളിച്ചം കാണുന്നുവെങ്കിൽ ഇതിനു സമാനമായി ഈ സമുദായത്തിൽ ബിദ്അത്തുകൾ, പുത്തനാചാരങ്ങൾ വർദ്ധിച്ചു വ്യാപിച്ചു വരുമെന്നും ആ ബിദ്അത്തുകൾക്കിടയിൽ സുന്നത്തുകൾ കാണാത്ത ഒരു സാഹചര്യമുണ്ടാകുമെന്നും അവസാനം ആ ബിദ്അത്ത് ഒരാൾ ചെയ്യേണ്ടതില്ല എന്ന് തീരുമാനിച്ചാൽ ജനങ്ങൾ പറയും അയാൾ സുന്നത്ത് ഒഴിവാക്കി എന്ന്. ബിദ്അത്തായി വന്നൊരു കാര്യം, പിൽക്കാലത്തുണ്ടായ നമസ്കാരം, പിൽക്കാലത്തുണ്ടായ നോമ്പ്, പിൽക്കാലത്തുണ്ടായ ദിക്ർ, പിൽക്കാലത്തുണ്ടായ സ്വലാത്ത്, അത്തരം ബിദ്അത്തുകൾ ഒരാൾ വർജിക്കാൻ തീരുമാനിച്ചാൽ അത് ആവശ്യമില്ല, അത് ന്യായമല്ല, അത് വേണ്ട എന്ന് തീരുമാനിച്ചാൽ ജനങ്ങൾ പ്രതികരിക്കുക അയാൾ സുന്നത്ത് ഒഴിവാക്കി എന്നായിരിക്കും, ബിദ്അത്ത് ഒഴിവാക്കി എന്നല്ല. ആ നിലയ്ക്ക് ആളുകൾ ബിദ്അത്തിനെ തെറ്റിദ്ധരിക്കുന്ന ഘട്ടം വരുമെന്ന് നാം പഠിപ്പിക്കപ്പെട്ടുവെങ്കിൽ ഗൗരവമായി തന്നെ സഹോദരങ്ങളെ നാം അതിനെ കാണേണ്ടതുണ്ട്. ധാരാളം ഹദീസുകളിൽ, പ്രവാചകന്റെ വാക്കുകളിൽ, സ്വഹാബത്തിന്റെ വചനങ്ങളിൽ എല്ലാം നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട താക്കീതുകൾ ധാരാളമായി കാണാൻ സാധിക്കുന്നുണ്ട്. ആ ബിദ്അത്തുകൾ ഒരുപക്ഷെ നല്ലതാണ് എന്ന ന്യായത്തിൽ നാം ചെയ്യുകയും അവസാനം നഷ്ടക്കാരായും നരകത്തിൽ പോയി ആപ്പതിക്കുകയും ചെയ്യേണ്ടുന്ന സാഹചര്യം വരാമെന്നുള്ളത് ഗൗരവമായി തന്നെ നമ്മൾ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ ബിദ്അത്തുകൾ വരുന്നില്ല, സംഭവിക്കുന്നില്ല എന്ന് നാം ഉറപ്പുവരുത്തുകയും സുന്നത്തുകളിൽ തന്നെ പൂർണ്ണമായും ജീവിതം ക്രമീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതിനുള്ള പരിഹാരം ഏത് വിഷയത്തിലും എന്താണ് പ്രവാചകാധ്യാപനമെന്ന അന്വേഷണം തന്നെയാണ്. ഏത് വിഷയവും നാട്ടിലങ്ങനെയല്ലേ, ഉസ്താദുമാരിങ്ങനെയല്ലേ, ഭൂരിപക്ഷം അങ്ങനെയല്ലേ, മഹൽ അങ്ങനെയല്ലേ, പാരമ്പര്യമായി ചെയ്തു പോകുന്നത് അങ്ങനെയല്ലേ എന്ന ന്യായമല്ല. ആ ന്യായങ്ങൾ കൊണ്ട് ഒരു കാര്യം മതമായി മാറുകയില്ല. നേരെ മറിച്ച് പ്രവാചകർ എന്തു പഠിപ്പിച്ചുവെന്ന് അന്വേഷിക്കുകയും ആ പ്രവാചകർ പഠിപ്പിച്ചെടുത്ത് നിൽക്കുകയുമാണ് വേണ്ടത്. അതാണ് പഠിപ്പിക്കപ്പെട്ടത്. ഇത്തബിഉ വലാ തബ്തദിഉ, നിങ്ങൾ ഇത്തിബാ ചെയ്യുക, പ്രവാചകരെ പിൻപറ്റുക. വലാ തബ്തദിഉ, നിങ്ങൾ ബിദ്അത്തുകളുടെ പിന്നാലെ പോകരുത്, പുത്തൻ ആചാരങ്ങൾ ചെയ്യരുത് എന്നാണ് സുഫ്യാൻ സൗരി റഹിമഹുല്ലാഹ് പറഞ്ഞു. അൽ ബിദ്അത്തു അഹബ്ബു ഇലാ ഇബ്ലീസ മിനൽ മഅസിയ, പിശാചിന് തിന്മകളെക്കാൾ താല്പര്യം ബിദ്അത്തിനോടാണ് എന്നാണ്. മദ്യപാനത്തേക്കാൾ, വ്യഭിചാരത്തേക്കാളെല്ലാം പിശാചിനിഷ്ടം
ബിദ്അത്തിനോടാണ്. കാരണം തിന്മ ചെയ്യുന്നവൻ തിന്മയാണെന്ന ബോധ്യത്തിലാ ചെയ്യുക, അവൻ പശ്ചാത്തപിക്കാൻ സാധ്യതയുണ്ട്. ബിദ്അത്ത് ചെയ്യുന്നവൻ പുണ്യമാണെന്ന അർത്ഥത്തിലാ ചെയ്യുന്നത്, പശ്ചാത്തപിക്കാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് ബിദ്അത്തിൽ നിന്ന് പൂർണ്ണമായി മുക്തമാവുകയും സുന്നത്തിലേക്ക് മടങ്ങുകയും ചെയ്യുക. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ക്യൂ ബോക്സിൽ നിന്നും കിട്ടിയ ധാരാളം ചോദ്യങ്ങൾ ഇവിടെ ഉണ്ട്. ശ്രദ്ധിക്കുക, ഈ സമയത്ത് നമ്മൾ ചോദിക്കേണ്ടത്, ആർക്കെങ്കിലും ചോദിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ തീർത്തും ഈ വിഷയവുമായി കൊണ്ട് പൊരുത്തപ്പെടുന്ന വിഷയബന്ധിതമായ ചോദ്യങ്ങളാണ് നമ്മൾ ഉന്നയിക്കേണ്ടത്. ക്യൂ ബോക്സിൽ നിന്ന് ലഭിച്ച ഒരു ചോദ്യത്തിലൂടെ നമ്മൾക്ക് ആരംഭിക്കാം. നബിദിനം കഴിക്കരുത് എന്ന് പറയുന്നുണ്ട്, ശരി. അപ്പോൾ വാർഷികാഘോഷങ്ങൾ നടത്തുന്നതോ? ഇത് വിചിത്രമല്ലേ? ഇവക്കിടയിലെ ശരിതെറ്റുകൾ വിശദീകരിക്കാമോ? സാധാരണഗതിയിൽ ബിദ്അത്തുകളെ ന്യായീകരിക്കാൻ വേണ്ടി ആളുകൾ പറയുന്ന ന്യായങ്ങളിൽപ്പെട്ട ഒരു ന്യായമാണ് ഇത്. നബിദിനാഘോഷം പാടില്ല എന്ന് പറയുമ്പോൾ എല്ലാ വർഷവും കൃത്യമായി പ്രോഫ്കോൺ നടക്കുന്നു, അത് ബിദ്അത്താവില്ലേ? എല്ലാ വർഷവും വാർഷികങ്ങൾ നടക്കുന്നു, പല സ്ഥാപനങ്ങളും സംഘടനകളുമൊക്കെ, അത് ബിദ്അത്താവില്ലേ? അതൊക്കെ മതത്തിൻ്റെ ഭാഗമാക്കി മതത്തിലെ പുണ്യകർമ്മമായി കൊണ്ടുവരുന്നുവെങ്കിൽ അതും ബിദ്അത്തായി മാറും, സംശയമൊന്നുമില്ല. എല്ലാ കൊല്ലവും മാർച്ച് മാസം 10, 11, 12 പ്രോഫ്കോൺ നടത്തൽ സുന്നത്താണ് എന്ന് വിചാരിക്കപ്പെടുന്നുവെങ്കിൽ ആ പ്രോഫ്കോൺ ബിദ്അത്തായി, സംശയമേതുമില്ല. അപ്പം മതത്തിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുന്നുവെങ്കിൽ, മതത്തിൻ്റെ അകത്തളങ്ങളിൽ, മതത്തിൻ്റെ ആ ഒരു പരിധിക്കുള്ളിൽ അതിനെ ചേർക്കുകയും മതപരമായ ഒരു പ്രത്യേകമായ പുണ്യമായി അതിനെ കൊണ്ടുവരികയും ചെയ്യുന്നുവെങ്കിൽ അത് ബിദ്അത്താണ്. അതല്ല ഭൗതികമായ സൗകര്യങ്ങൾ, ദീനിൻ്റെ ദഅവത്തിന് വേണ്ടി, ഇൽമ പഠിക്കാൻ വേണ്ടി ഒക്കെ ഭൗതികമായ സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നുവെങ്കിൽ അത് ബിദ്അത്ത് എന്ന ഗണത്തിലേക്ക് വരുന്നുമില്ല. ഒരു ഉദാഹരണം പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ വീട്ടിൽ വന്നപ്പോൾ ഭാര്യ നോമ്പുകാരിയാണ്. പ്രവാചകർ ചോദിച്ചു, എന്താണ് ഇന്ന് നോമ്പെടുക്കാൻ കാരണം? ഇവിടെ മറുപടി, ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ, നല്ല ദിവസമല്ലേ, അതുകൊണ്ട് നോമ്പെടുത്തതാണ്. അപ്പോൾ പ്രവാചകർ ചോദിച്ചു, നീ ഇന്നലെ നോമ്പെടുത്തിരുന്നുവോ? ഇല്ല, ഇന്നലെ നോമ്പില്ല. നാളെ നോമ്പെടുക്കാൻ ഉദ്ദേശമുണ്ടോ? അവരുടെ മറുപടി, ഇല്ല, നാളെയും നോമ്പെടുക്കുന്നില്ല. പ്രവാചകൻ പറഞ്ഞു, ഫഅഫ്തിരി, എങ്കിൽ ഞാൻ നോമ്പ് മുറിച്ചു കളയണം. എന്തേ കാരണം? വെള്ളിയാഴ്ചയല്ലേ, നല്ല ദിവസമല്ലേ, അന്നൊരു നോമ്പ് സുന്നത്താണ് എന്നാണോ? പറ്റൂല. എന്നാൽ ഒരാൾ സ്വാഭാവികമായി അങ്ങനെ നോറ്റു പോകുന്നു, അതിനിടയിൽ വെള്ളിയാഴ്ച വന്നു, വിരോധമുണ്ടോ? ഇല്ല. തിങ്കളാഴ്ച നോറ്റു, ചൊവ്വാഴ്ച ഇല്ല. ബുധനാഴ്ച നോറ്റു, വ്യാഴാഴ്ച ഇല്ല. വെള്ളി നോറ്റു, ശനി ഇല്ല. ഞായർ നോറ്റു, തിങ്കളില്ല. അങ്ങനെ ഇടവിട്ട് നോമ്പ് നോക്കുന്ന ഒരാൾ, അതിനിടയിൽ ഒരു വെള്ളിയാഴ്ച വന്നു, ഒരു പ്രശ്നമില്ല. എന്നാൽ വെള്ളിയാഴ്ചയല്ലേ, അതുകൊണ്ടൊരു നോമ്പ് പറ്റില്ല, അത് ബിദ്അത്താണ് എന്നർത്ഥം. അങ്ങനെയാണ് ബിദ്അത്തുകൾ ഉണ്ടായി വരുന്നത്. ഏത് കാര്യവും മതത്തിലേക്ക് പ്രത്യേകമായി കൂട്ടിച്ചേർക്കുന്നുവെങ്കിൽ അത് ബിദ്അത്തായി മാറും. അതല്ല പൊതുവായി ഭൗതികമായ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുകയും ഉള്ള ഒരു കാര്യത്തിന് അത്തരം സൗകര്യങ്ങളെ ഉപയോഗിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിനെ ബിദ്അത്ത് എന്ന് നമുക്ക് പരാമർശിക്കാവതല്ല. അത് ഏതിനും അങ്ങനെ തന്നെയാണ്. അതിന് ഈ ഒരു ഉദാഹരണം അത് നമുക്ക് ഏറ്റവും അനുകൂലമായി ആ വിഷയം മനസ്സിലാക്കാൻ പര്യാപ്തമാണ്. ഒറ്റ കാര്യം കൂടി പറയാം. ഇമാം മാലിക് റഹിമഹുല്ലാ, മദീനയിലെ മഹാപണ്ഡിതനായിരുന്നു അദ്ദേഹം. മദ്ഹബിൻ്റെ ഇമാമായി പിൽക്കാലത്ത് അറിയപ്പെട്ട ഒരു പണ്ഡിതൻ കൂടിയാണ്. ഹദീസ് പണ്ഡിതനാണ്, കർമ്മശാസ്ത്ര പണ്ഡിതനാണ്. മദീനയിൽ മസ്ജിദ് നബവിയിൽ ക്ലാസ് എടുത്തിരുന്ന മഹാനായ പണ്ഡിതൻ. അദ്ദേഹത്തോട് ഒരാൾ വന്ന് ചോദിച്ചു, ഞാൻ ഹജ്ജിനോ ഉംറക്കോ വേണ്ടി പോകുമ്പോൾ എവിടെ നിന്നാണ് ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത്? ഹജ്ജിനും ഉംറക്കും പോകുന്ന ആളുകൾക്ക് ഇഹ്റാം ചെയ്യാൻ പ്രത്യേകമായി നിശ്ചയിച്ച സ്ഥലങ്ങളുണ്ട്, അവിടെ നിന്നാണ് ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത്. ഞാൻ എവിടെ നിന്നാണ് ഇഹ്റാം ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഇമാം മാലിക്കിൻ്റെ മറുപടി, മിനൽ മീഖാത്ത് അല്ലത്തി വഖതഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ നിശ്ചയിച്ച മീഖാത്തിൽ നിന്നാണ് നീ ഇഹ്റാം ചെയ്യേണ്ടത്. അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, ഞാൻ മദീനയിലെ പള്ളിയിൽ നിന്ന് തന്നെ ഇഹ്റാം ചെയ്ത് പോകാൻ ഉദ്ദേശിക്കുന്നു, അതിലെന്താണ് അഭിപ്രായം? മദീന പള്ളിന് 7 കിലോമീറ്റർ അപ്പുറത്ത് ദുൽഹുലൈഫയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഇഹ്റാം ചെയ്യേണ്ടത്. എന്നാൽ അതിന് ഇപ്പുറം വെച്ച് പള്ളിയിൽ നിന്ന് തന്നെ ഇഹ്റാം ചെയ്ത് പോകട്ടെയോ? ഇമാം മാലിക്കിൻ്റെ മറുപടി, അഖാഫു അലൈക്കൽ ഫിത്ന ഔ അഖ്ഷ അലൈക്കൽ ഫിത്ന, എനിക്ക് ഞാൻ ഫിത്നയെ ഭയപ്പെടുന്നു. ആ ചോദ്യകർത്താവ് ചോദിച്ചു, ഫഅയ്യു ഫിത്ന ഫീ സിയാദത്തിൽ ഖൈർ വഇന്നമാ ഹിയ അംയാലുൻ അസീദുഹാ, ഒരു ഖൈർ, ഒരു നല്ല കാര്യം കുറച്ച് അധികം ചെയ്താൽ എന്താ ഫിത്നയുള്ളത്?
7 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് ഇഹ്റാം ചെയ്യുന്നത് ഇവിടുന്ന് തന്നെ ഇഹ്റാം ചെയ്തു പോയാൽ അത്രയും നല്ല കാര്യമല്ലേ? ഒരു നല്ല കാര്യം ചെയ്താൽ എന്താണ് ഫിത്ന? ഏതാനും മൈലുകൾ, ഏതാനും കിലോമീറ്ററുകൾ ഒരു നന്മ അധികമായി ചെയ്തുകൊണ്ട് പോയാൽ അതിൽ എന്ത് ഫിത്നയാണുള്ളത്? ഇമാം മാലിക് റഹിമഹുല്ല ആയത്തോതി കൊടുത്തു, ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരി അൻ തുസീബഹും ഫിത്ന ഔ യുസീബഹും അദാബുൻ അലീം. പ്രവാചക കൽപ്പനയ്ക്ക് എതിരായി ചെയ്യുന്ന ആളുകൾ ഫിത്നയെ ഭയപ്പെടട്ടെ എന്ന ആയത്തോതിയിട്ട് പറഞ്ഞു, അള്ളാഹിൻ്റെ റസൂൽ ഒരു സ്ഥലം നിശ്ചയിക്കുകയും നീ അതിനപ്പുറത്തേക്ക് മറ്റൊരു സ്ഥലം തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നുവെങ്കിൽ അതിനേക്കാളും വലിയ ഫിത്ന മറ്റെന്താണുള്ളത്? അതുകൊണ്ട് എനിക്ക് ഞാൻ ഫിത്നയെ ഭയപ്പെടുന്നു എന്ന് ഇമാം മാലിക് റഹിമഹുല്ല അവിഷയമായി പഠിപ്പിച്ചതുകൂടി നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു അഅലം. താങ്കൾ പറഞ്ഞു സമയമില്ലാത്ത ദുആ സമയം മതത്തിൻ്റെ പേരിൽ സമയം നിശ്ചയിച്ച് ചെയ്യുന്നത് ബിദഅത്താന്ന് പറഞ്ഞു. അപ്പോൾ അയാളുടെ സ്വകാര്യ ജീവിതത്തിൽ ഇതേ ദുആ ഡെയിലി അയാളൊരു സമയം വെച്ച് ചെയ്താൽ അത് ബിദഅത്താകുമോ? നേരത്തെ എൻ്റെ സംസാരത്തിൽ വന്നു ഈ ഭാഗം. നമ്മുടെ സൗകര്യത്തിൽ നമുക്ക് സമയം നിശ്ചയിക്കാം, അതല്ല ബിദ്അത്ത്. ആ സമയത്തിനും മതത്തിലേക്ക് സവിശേഷത കൂട്ടിച്ചേർക്കുമ്പോൾ, ഇപ്പോൾ ഞായറാഴ്ച ഒഴിവാണ്, അന്ന് കോളേജില്ല, ഓഫീസില്ല, അവിടെ സുബീസ് കേച്ച് കുറച്ച് സമയം ഖുർആൻ ഓതാൻ തീരുമാനിച്ചു. എല്ലാ ഞായറാഴ്ചയും രാവിലെ കുറച്ച് ഖുർആൻ ഓതാം എന്നിട്ട് പുറത്തിറങ്ങുന്നുള്ളൂ, തീരുമാനിച്ചാൽ ബിദ്അത്താണോ? അല്ല. എന്നാൽ എല്ലാ ഞായറാഴ്ചയും സുബഹിക്ക് ശേഷം ഒരു ജുസ് ഖുർആൻ ഓതൽ സുന്നത്താണ് എന്ന് പറയുമ്പോഴോ അത് ബിദ്അത്തായി മാറുന്നു. അപ്പം നമ്മുടെ സൗകര്യത്തിന് ഡേറ്റ് വെക്കാം. അപ്പോൾ പ്രോഫ്കോൺ ഡേറ്റ് വെച്ചു, തുടങ്ങാൻ ടൈം വെച്ചു, അവസാനിക്കുന്ന ടൈം വെച്ചു, ഓരോരുത്തരും പ്രസംഗിക്കുന്ന പ്രഭാഷകന്മാർ നിശ്ചയിച്ചു, അവർക്കുള്ള വിഷയം നിശ്ചയിച്ചു. ബിദ്അത്താണോ? അല്ല. എന്നാൽ മതത്തിനെ കൂട്ടിച്ചേർക്കുമ്പോൾ അങ്ങനെയാണ് ബിദ്അത്തുകൾ നാട്ടിലുണ്ടായി വരിക. മിഅ്റാജ് നോമ്പ് എന്തുകൊണ്ട് ബിദ്അത്തായി? എല്ലാ മാസവും റജബ് മാസം 27-നാണ് ആ നോമ്പ്. അത് 26 നോറ്റാലോ മിഅ്റാജ് നോമ്പാവില്ല, 28 നോറ്റാലോ മിഅ്റാജ് നോമ്പാവില്ല, അപ്പോൾ ബിദ്അത്തായി മാറുന്നു. ബറാഅത്ത് നോമ്പ് ശഅബാൻ 15 തന്നെ നോൽക്കുന്നു, അപ്പോൾ ബിദ്അത്തായി മാറുന്നു. അപ്പോൾ ഏത് വിഷയവും അതിനെ കൂട്ടിച്ചേർക്കപ്പെടുമ്പോൾ, ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ബിദ്അത്താണ് നാരിയ സ്വലാത്ത്. ആ നാരിയ സ്വലാത്തിൻ്റെ ആ വാചകങ്ങൾ തന്നെ ബിദ്അത്താണ്, പിൽക്കാലത്ത് ഉണ്ടായതാണ്. ഒപ്പം അതിന് പ്രത്യേകമായ സമയവും പ്രത്യേകമായ എണ്ണവും പ്രത്യേകമായ പ്രതിഫലവും നിശ്ചയിച്ചു. മിനിമം 11 പ്രാവശ്യം ഓതണമെന്നാണ്. മിനിമം 11 പ്രാവശ്യം. എപ്പോൾ? രാവിലെ സുബഹിക്ക് ശേഷം. അതാണ് സമയം നിശ്ചയിച്ചത്. അതിനാണ് പുണ്യമെന്നാണ്. അതാണ് അവർ പഠിപ്പിച്ചത്. മുടങ്ങാതെ 11 ഓതിയാൽ ഇത് നിത്യവും ചൊരിക്കുന്നതാണ് റിസ്കവന് ഭൂവനം വാനവും. സുബഹിക്ക് ശേഷം ആയിരിക്കൽ വേണ്ടതാ എന്നുള്ള നിയമം ഓർത്തവൻ ചൊല്ലേണ്ടതാ. എന്നും 11 പ്രാവശ്യം ചൊല്ലിയാൽ ആകാശഭൂമികൾ റിസ്ക് ചൊരിഞ്ഞു കൊടുക്കും, ഭക്ഷണം ചൊരിഞ്ഞു കൊടുക്കും. അത് സുബഹിക്ക് ശേഷം ആകണമെന്ന നിയമമുണ്ട്. ആരാ നിയമം വെച്ചത്? പ്രവാചകനാണോ അല്ലാഹുവാണോ? അല്ല. അത് കഴിഞ്ഞാൽ 33 പ്രാവശ്യം, അത് കഴിഞ്ഞാൽ 44, അത് കഴിഞ്ഞാൽ 111, പിന്നെ 444, പിന്നെ 1000, അവസാനം 4444 പ്രാവശ്യം. അതിൻ്റെ 4000 വേണ്ടുന്നതാ, 440-നോട് 4ഉം ചേർന്നതാ. ഈ അതത് മുഴുവൻ ഓതിയാൽ ക്ഷണം തന്നെ ഏതൊരു അസീറും സാധ്യമായി വരും പൊന്നേ. തഴവ മുഹമ്മദ് കുഞ്ഞി മുസ്ലിയാരുടെ കവിതയിൽ പഠിപ്പിച്ചത് അങ്ങനെയാണ്. 4444 പ്രാവശ്യമാണ് അതിൻ്റെ ഇന്തിഹ, അവസാനത്തെ എണ്ണം. ആ എണ്ണം മുഴുവൻ ചൊല്ലുകയാണെങ്കിൽ ഏതൊരു അസീറും സാധ്യമായി വരും പൊന്നേ. പ്രയാസകരമായ ഏത് വിഷയവും എളുപ്പമായി മാറും എന്നാണ് അതിനെ മഹത്വമായി പഠിപ്പിച്ചത്. അപ്പോൾ എണ്ണം പറഞ്ഞു, ചെല്ലേണ്ട രീതി പറഞ്ഞു, ചെല്ലേണ്ട സമയം പറഞ്ഞു, ചൊല്ലിയാളെ നേട്ടം പറഞ്ഞു, അപ്പോൾ ബിദ്അത്തായി മാറുന്നു. നബിദിനാഘോഷം റബീഉൽ അവ്വൽ മാസം 12-ന് പ്രവാചകൻ ജനിച്ചതുമായി ബന്ധപ്പെട്ടാണ് അത്തരം ആഘോഷം വരുന്നത്. അതുകൊണ്ട് ബിദ്അത്താണ്. എന്നാൽ പ്രവാചകനെ ആക്ഷേപിച്ചുകൊണ്ട് നാട്ടിൽ ഒരു കാർട്ടൂണുണ്ടായി, ഒരു സിനിമയുണ്ടായി, ആക്ഷേപങ്ങളുണ്ടായി. ഒരു മാസം മുജാഹിദ് പ്രസ്ഥാനം ക്യാമ്പയിൻ പ്രഖ്യാപിച്ചു, പ്രവാചകനെ അറിയുക എന്ന് പറഞ്ഞുകൊണ്ട്. ഒരു മാസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിൻ, പ്രവാചകൻ അറിയുക. അപ്പോൾ ഒരു മാസം നിശ്ചയിച്ചില്ലേ, സമയം നിശ്ചയിച്ചില്ലേ, ബിദ്അത്താണ് പറയാമോ? ഇല്ല. അപ്പം നേരെ മറിച്ച് ആ എണ്ണവും ആ രീതിയും ആ ഓർഡറും അതിൻ്റെ മഹത്വവുമൊക്കെ മതത്തിൻ്റെ പേരിലേക്ക് അതിനെ കൂട്ടിവെക്കുമ്പോൾ അത് മതത്തിൽ നമ്മുടെ വക ചേർക്കലായി മാറി. അതാണ് ബിദ്അത്തുകൾ. അതുകൊണ്ട് സമൂഹത്തിൽ വരുന്ന എല്ലാ ബിദ്അത്തുകളും ഈ ഒരു തലത്തിലാണ് കയറി വരുന്നത് എന്നതിനാൽ ആ ബിദ്അത്തുകളെ സൂക്ഷിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ചില ഇമാമുമാർ ബിദ്അത്തിനെ നിർബന്ധം, നല്ലത്,
വിരോധിക്കപ്പെട്ടത് എന്നൊക്കെ ക്ലാസിഫൈ ചെയ്തിട്ടില്ലേ? ഫോർ എക്സാമ്പിൾ, യുക്തിവാദികൾക്കെതിരെ, പുതിയ കാലഘട്ടത്തിൽ വരുന്ന യുക്തിവാദികൾക്കെതിരെ പുസ്തകം എഴുതുക, അങ്ങനെ ക്ലാസിഫിക്കേഷൻ ചില ഇമാമുമാർ ചെയ്തിട്ടില്ല എന്നാണ് ചോദ്യം. ധാരാളം ഹദീസുകൾ ഉണ്ടായിരിക്കെ എന്തുകൊണ്ടാണ് ബിദ്അത്തുകൾ ചെയ്യുന്ന അതല്ലെങ്കിൽ അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഈ ഹദീസുകൾ മനസ്സിലായിട്ടില്ലേ? എന്തുകൊണ്ടാണ് അവർ അംഗീകരിക്കാത്തത്? സുഹൃത്ത് അവിടെ ചോദിച്ചത്, ചില പണ്ഡിതന്മാർ ബിദ്അത്തിനെ വാജിബായ, നിർബന്ധമായത്, സുന്നത്തായത്, ഹറാമായത്, നല്ല ബിദ്അത്ത് എന്നൊക്കെ വിഭജിച്ച് കാണുന്നു. അത് എന്തുകൊണ്ട് എന്നാണ്. ചരിത്രത്തിൽ അറിയപ്പെട്ടിടത്തോളം ബിദ്അത്തുകൾ ആ നിലക്ക് വിഭജിച്ചത് ഹിജ്റ 600-കളിൽ ജീവിച്ച ഇസ്സ് ബിൻ അബ്ദുസ്സലാം റഹിമഹുല്ലയാണ്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ആ വഴി അതിന് വിശദീകരണം നൽകിക്കൊണ്ട് രംഗത്ത് വന്നത് ഇമാം ഖറാഫി റഹിമഹുല്ലയാണ്. അതിനുശേഷം പിന്നെ ചില പണ്ഡിതന്മാർ അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം ചില പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ വന്നിട്ടുണ്ട് എന്നത് ശരിയാണ്. അവരൊന്നും മതത്തിൽ പുതിയ ആചാരങ്ങൾ കൂട്ടിച്ചേർക്കുന്നതിനെയല്ല ആ വിഭജനത്തിലൂടെ അവർ വിഭജിച്ചിരിക്കുന്നത്. നേരെ മറിച്ച് അവർ ബിദ്അത്തിന് പറഞ്ഞ നിർവചനം മറ്റൊന്നാണ്. രണ്ട് രൂപത്തിലാണ് ബിദ്അത്തുകൾക്ക് പണ്ഡിതന്മാർ നിർവചനം പറഞ്ഞത്. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പൂർത്തിയായ മതത്തിൽ അതിനു ശേഷം പിന്നെ അതിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുന്ന കാര്യങ്ങൾ, അതാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരും പറഞ്ഞ നിർവചനം. എന്നാൽ മറ്റു ചില പണ്ഡിതന്മാർ അതിന് പറഞ്ഞ നിർവചനം മാലം യുൽഹദ് ഫി അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്തില്ലാത്തതെല്ലാം, അത് മതത്തിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടാലും അല്ലെങ്കിലും ശരി, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്ത് ഇല്ലാത്ത പിൽക്കാലത്ത് വന്ന എന്തെല്ലാമുണ്ടോ അതിനെയെല്ലാം അവർ ബിദ്അത്ത് എന്ന ആ ഒരു വൃത്തത്തിൽ ഒതുക്കി. അവിടെ ഭാഷാപരമായ ആ പദത്തെയാണ് അവർ പരിഗണിച്ചത്. ബിദ്അത്ത് എന്ന വാക്കിനർത്ഥം ഒരു മുൻ മാതൃക ഇല്ലാത്തത് എന്നാണ്. മുമ്പില്ലാത്ത ഒന്ന്, അതുവരെ ഇല്ലാത്ത ഒന്ന് പുതുതായി വന്നാൽ ഭാഷാപരമായി അതിന് ബിദ്അത്ത് എന്ന് പറയാം. ആ ഒരു അർത്ഥത്തിലാണ് അവർ അതിനെ നിർവചിച്ചത്. അതുകൊണ്ട് തന്നെ അന്നില്ലാതെ പിൽക്കാലത്ത് വന്ന ഓരോന്നിനെയും അവർ ബിദ്അത്ത് എന്ന ഗണത്തിൽ ഉൾപ്പെടുത്തുകയും എന്നിട്ടതിൽ നല്ലതും ചീത്തയുമുണ്ട്, ചിലത് നിർബന്ധമായത്, ചിലത് സുന്നത്തായത്, ചിലത് ഹറാമായത്, കറാഹത്തായത് എന്നൊക്കെ അവർ അതിനെ വേർതിരിക്കുകയും ചെയ്തു. അത് വ്യക്തമാവാൻ ഏറ്റവും നല്ല മാർഗമാണ് സുന്നത്തായ ബിദ്അത്തുകൾക്കും നിർബന്ധമായ ബിദ്അത്തുകൾക്കുമെല്ലാം അവർ പറഞ്ഞ ഉദാഹരണങ്ങൾ. സുന്നത്തായ ബിദ്അത്തിന് അവർ പറഞ്ഞ ഉദാഹരണങ്ങൾ മദ്രസകൾ ഉണ്ടാക്കൽ, അതേപോലെ ദീനു പഠിക്കാൻ സംവിധാനം ഉണ്ടാക്കൽ, അതൊക്കെയാണ് അവർ ഉദാഹരണമായി പറഞ്ഞത്. നിർബന്ധമായ ബിദ്അത്തിന് ഉദാഹരണം പറഞ്ഞത് ഖുർആനും ഹദീസും പഠിക്കാൻ അനിവാര്യമായും പഠിക്കേണ്ടുന്ന മറ്റു മേഖലകൾ ഏതൊക്കെ, ഉദാഹരണമായി അറബി ഭാഷ പഠിക്കൽ. നബിയുടെ കാലത്ത് ഒരു അറബി ഭാഷ പഠിക്കുക, നഹ്വ് പഠിക്കുക എന്ന പ്രത്യേകമായ ഒരു വിജ്ഞാന ശാഖയായി അത് രൂപപ്പെട്ടിട്ടില്ല. എന്നാൽ ഖുർആൻ പഠിക്കണമെങ്കിൽ അറബി ഗ്രാമർ പഠിക്കൽ നിർബന്ധമാണ്, നഹ്വ് നിർബന്ധമാണ്, അറബി ഭാഷ നിർബന്ധമാണ്. അതുകൊണ്ട് ഖുർആൻ സംരക്ഷിക്കപ്പെടാൻ എന്തെല്ലാം സംരക്ഷിക്കപ്പെടണമോ അത് സംരക്ഷിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ കൊണ്ടുവരൽ നിർബന്ധമാണ്. മാലാ യത്തിമുൽ വാജിബു ഇല്ലാ ബിഹി ഫഹുവ വാജിബ് എന്ന തത്വമുണ്ട് മതത്തിൽ. അഥവാ ഒരു നിർബന്ധമായ കാര്യം പൂർത്തിയാവാൻ എന്തെല്ലാം ഉണ്ടാവൽ നിർബന്ധമാണോ അതെല്ലാം നിർബന്ധമാണ്. ആ തത്വപ്രകാരമാണ് അവർ അതിനെ വിഭജിച്ചത്. അതേ ആളുകൾ തന്നെ മതത്തിൽ പുതിയ ആചാരങ്ങൾ വന്നപ്പോൾ എതിർത്തിട്ടുമുണ്ട്. ഞാൻ പറഞ്ഞുവല്ലോ, ഇസ്സ് ബിൻ അബ്ദുസ്സലാം റഹിമഹുള്ളയാണ് അറിയപ്പെട്ടിടത്തോളം ആദ്യമായി ബിദ്അത്തുകളെ 5 വിഭജിച്ചവർ. അതേ ഇസ്സ് ബിൻ അബ്ദുസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ റജബ് മാസത്തെ 1-ാമത്തെ വെള്ളിയാഴ്ച രാവിൽ ഒരു പുതിയ നമസ്കാരമുണ്ടായപ്പോൾ അദ്ദേഹം ശക്തമായി എതിർക്കുകയും ബിദ്അത്തുമായി ബന്ധപ്പെട്ട ആയത്തുകളും ഹദീസുകളും വെച്ചുകൊണ്ട് ആ നമസ്കാരം നമസ്കരിക്കാൻ പാടില്ല എന്ന് ഖുതുബയിൽ ഉത്ബോധിപ്പിക്കുകയും ചെയ്ത ആളാണ് ഇസ്സ് ബിൻ അബ്ദുസ്സലാം. മാത്രവുമല്ല, അദ്ദേഹത്തെ സ്ഥാനപ്പേര് തന്നെ മുഹ്യിസ് സുന്ന, ഖാമിഉൽ ബിദ്അ, സുൽത്താനുൽ ഉലമ എന്നുള്ള സ്ഥാനപ്പേര് അറിയപ്പെട്ട ആൾ അദ്ദേഹം. 3 സ്ഥാനപ്പേർ. ഒന്ന് മുഹ്യിസ് സുന്ന, സുന്നത്തിനെ ജീവിപ്പിക്കുന്നവൻ. 2 ഖാമിഉൽ ബിദ്അ, ബിദ്അത്തുകളെ തകർത്തെറിയുന്നവൻ. 3 സുൽത്താനുൽ ഉലമ, ഉലമാക്കളുടെ നേതാവ് എന്ന പേരുകളിൽ അറിയപ്പെട്ട ആളാണ് ഇസ്സ് ബിൻ അബ്ദുസ്സലാം റഹിമഹുല്ലാഹ്. അതുകൊണ്ട് ആ വിഭജനങ്ങൾ ഒരിക്കലും മതത്തിൽ കൊണ്ടുവരുന്ന പുതിയ ആചാരങ്ങളെ ന്യായീകരിക്കാനല്ല അവർ ഉപയോഗിച്ചത്. ഭാഷാപരമായി പിൽക്കാലത്ത് ഉണ്ടായി വരുന്ന കാര്യങ്ങളെയും ബിദ്അത്ത് എന്ന് പറയാമെന്ന് അവർ നിർവചിക്കുകയും അതുപ്രകാരമാണ് അവർ അതിനെ വേർതിരിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇമാം ഷാഫി
ബിദ്അത്തിനെ നല്ലതും ചീത്തയും എന്ന് വേർതിരിച്ചിട്ടുണ്ട്. അതും ഈ ഒരു അർത്ഥത്തിൽ തന്നെയാണ് എന്ന് കൂടി നമ്മൾ കൂട്ടത്തിൽ മനസ്സിലാക്കി വെക്കുക. അതിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട ചോദ്യം, ഇത്ര ധാരാളമായ പ്രമാണങ്ങൾ ബിദ്അത്തിനെതിരെ സംസാരിച്ചിട്ടും അതിൻ്റെ പ്രയോക്താക്കളായ ആളുകൾ എന്തുകൊണ്ട് ഈ ഹദീസുകളെ സ്വീകരിക്കുന്നില്ല, ഗൗനിക്കുന്നില്ല എന്നാണ്. ഒന്ന്, അവയെ സ്വീകരിച്ചാൽ തങ്ങളുടെ പക്കലുള്ള ഒട്ടുമിക്ക ബിദ്അത്തും ഒഴിവാക്കേണ്ടി വരും എന്നു തന്നെയാണ്. ഈ ഹദീസൊക്കെ ശരിയാണ്, അവിടെ ബിദ്അത്തൊന്നും പാടില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നബിദിനാഘോഷമില്ല, ജീലാനി ഫെസ്റ്റില്ല, നാരിയ സ്വലാത്തില്ല, കമാലിയ സ്വലാത്തില്ല, സ്വലാത്ത് വാർഷികമില്ല, ദുആ സമ്മേളനമില്ല, മാലയില്ല, മൗലിദില്ല, റാത്തീബില്ല, കുതുബിയത്തില്ല, ഹദ്ദാദില്ല, അവസാനം സമസ്തയുമില്ലാതായി പോകും. അതുകൊണ്ട് ആ വക ഹദീസുകളെ അവർ ബോധപൂർവം മറികടക്കുന്നു. ഒന്നുകിൽ അതിന് വ്യാഖ്യാനങ്ങൾ പറഞ്ഞുകൊണ്ട് അവർ വ്യാഖ്യാനിച്ച് ഒപ്പിക്കുന്നു. അഥവാ ബിദ്അത്തെല്ലാം ആക്ഷേപിക്കപ്പെട്ടതാണെന്ന് പറയുമ്പോൾ അവർ പറയുന്ന ന്യായം അത് എല്ലാ ബിദ്അത്തിനെയും കുറിച്ചല്ല, മോശപ്പെട്ട ബിദ്അത്തിനെ കുറിച്ചാണ്, നല്ല ബിദ്അത്താവാം എന്ന ന്യായം പറഞ്ഞിട്ട് ആ ഹദീസുകളെ ഓവർടേക്ക് ചെയ്യാനാണ് അവർ ശ്രമിക്കാറുള്ളത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. 1000-ലേറെ തവണ ഈ ഹദീസ് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലെങ്കിലും എല്ലാ ബിദ്അത്തും മോശമല്ലെന്നും നല്ല ബിദ്അത്തും ഉണ്ടാകാമെന്നുമുള്ള ഒരു സൂചന പോലും പറഞ്ഞില്ല എന്നത് അതിനെ എല്ലാം മറികടക്കാൻ മാത്രം പര്യാപ്തമായി നിൽക്കുന്നു. ബാക്കി ഇൻഷാ അല്ലാഹ് വിശദമായി നിങ്ങൾ പഠിക്കുക. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഒറ്റ ചോദ്യം കൂടി വന്നിട്ടുണ്ട്. ബിദ്അത്തുമായി ബന്ധപ്പെട്ട് ചർച്ച കേൾക്കുമ്പോൾ പലപ്പോഴും ഉണ്ടാകുന്ന സംശയം നാട്ടാചാരങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഉദാഹരണം, 1ാമത്തെ പ്രസവം ഭാര്യ വീട്ടിലാക്കുക. നാട്ടാചാരങ്ങൾ പൂർണ്ണമായും ഇസ്ലാം നിരാകരിച്ചിട്ടില്ല. ഉർഫ് എന്നതിന് സാങ്കേതിക ശബ്ദത്തിൽ പറയും. ഒരു നാട്ടിൽ മുസ്ലിമീങ്ങൾ കാലങ്ങളായി തലമുറകളായി പരിചരിച്ചു പോന്ന ആ നാട്ടിൽ വ്യാപകമായി ഉള്ള ഒരു സമ്പ്രദായം, അത് മത അധ്യാപനങ്ങൾക്ക് വിരുദ്ധമല്ലെങ്കിൽ ആ ഉറുഫിനെ ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. പ്രമാണങ്ങൾക്ക് എതിരല്ലെങ്കിൽ, പ്രമാണങ്ങൾക്ക് എതിരാണെങ്കിൽ അത് സ്വീകാര്യമല്ല. പ്രമാണവിരുദ്ധമല്ലെങ്കിൽ അത്തരം ഉറുഫുകളെ നമ്മൾ ആക്ഷേപിക്കേണ്ടതില്ല. അതിൽപ്പെട്ടതാണ് ചോദിച്ച് പറഞ്ഞ കാര്യം. അതുമാത്രമല്ല, സമാനമായി പലതും. പുതിയ വീട് താമസമാക്കുമ്പോൾ ശ്രദ്ധയുണ്ടാക്കുന്നു. നമ്മുടെ നാട്ടിലുള്ള ഒരു ആചാരമാണ്. എല്ലാ നാട്ടിലും അത് ഉണ്ടാകണം എന്നില്ല. എന്നാൽ പ്രവാചകൻ വീടുണ്ടാക്കിയിട്ട് താമസമാക്കിയപ്പോൾ ശ്രദ്ധയുണ്ടാക്കിയോ എന്ന് ചോദിച്ച് ഇതിന് ആക്ഷേപിക്കേണ്ടതില്ല. അത്തരം നാട്ടിലുള്ള ഉറുഫുകൾ, സമ്പ്രദായങ്ങൾ മതപ്രമാണങ്ങൾക്ക് എതിരല്ലാത്ത കാലത്തോളം അത് അംഗീകരിക്കാം. അത് മതപ്രമാണങ്ങളെ പിൻബലം അതിന് പൊതുവായി ഉള്ളതായി നമുക്ക് കാണാനും സാധിക്കും. അറബികളിൽ തന്നെ ആദ്യകാലത്ത് ഉണ്ടായിരുന്ന അത്തരം സമ്പ്രദായങ്ങൾ ഇസ്ലാം വന്നതിനു ശേഷം നിരാകരിച്ചിട്ടില്ല, നിലനിർത്തുകയാണ് ചെയ്തത്. മക്ക പ്രവാചകന്റെ കാലത്തിന് മുമ്പ് മുശ്രിക്കീങ്ങൾ മക്ക കൈകാര്യം ചെയ്ത കാലഘട്ടങ്ങളിൽ അവർ കഅബയുടെ ഉത്തരവാദിത്തം ചില പ്രത്യേകമായ കുടുംബത്തെ ഏൽപ്പിച്ചിരുന്നു. കഅബയുടെ താക്കോൽ സൂക്ഷിക്കാൻ പ്രത്യേകമായ കുടുംബത്തിനാണ് ഉത്തരവാദിത്തം. അവർ കാലങ്ങളായി വകവെച്ചു കൊടുത്തു പോരുന്നത്. പ്രവാചകൻ മക്ക ഫത്ഹായി കഅബ കയ്യിൽ വന്നതിന് ശേഷം ആ താക്കോൽ വാങ്ങി കഅബാലയം തുറന്ന് ഉള്ളിൽ കയറി അവിടെയുള്ള വിഗ്രഹങ്ങളെല്ലാം എടുത്ത് പുറത്തേക്കെറിഞ്ഞ് തൗഹീദ് സ്ഥാപിച്ചതിനു ശേഷം ആ താക്കോൽ അവരെ തന്നെ തിരിച്ചേൽപ്പിക്കുന്നു. ഇനി ഞാൻ വെച്ചാൽ മതി, നിങ്ങളത് വെക്കണ്ട എന്ന് പറഞ്ഞ് അത് കയ്യിൽ വെച്ചിട്ടില്ല. അതാരാണോ കാലങ്ങളായി കൈവച്ച് പോകുന്നത് അവരെ തന്നെ ഏൽപ്പിക്കുന്നു. അപ്പോൾ ആ നിലയ്ക്കുള്ള സംഭവങ്ങൾ നമുക്കവിടെ കാണാൻ കഴിയും. അതുകൊണ്ട് നാട്ടാചാരങ്ങൾ, നാട്ടു സമ്പ്രദായങ്ങൾ മതത്തിന് വിരുദ്ധമല്ലെങ്കിൽ അത് ഇസ്ലാം എതിർക്കുന്നില്ല. മതവിരുദ്ധമാണെങ്കിലോ അത് അനുവദിക്കുന്നുമില്ല. പെരുന്നാളിൻ്റെ ഭാഗമായി നമ്മുടെ നാട്ടിൽ വ്യാപകമായിട്ടുണ്ട് പടക്കം പൊട്ടിക്കൽ. നാട്ടിലെ സമ്പ്രദായമാണ്, അത് അനുവദിക്കാൻ പറ്റില്ല, അത് മതവിരുദ്ധമാണ്. അതേപോലെയുള്ള രീതികൾ, പിന്നെ ബർത്ത്ഡേ കഴിക്കൽ നമ്മുടെ നാട്ടിലെ സമ്പ്രദായമാണെങ്കിലും അത് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം മറ്റു മതസ്ഥരോടുള്ള സാദൃശ്യപ്പെടൽ അതിലുണ്ട്. ആ നിലക്കൊക്കെയുള്ള കാര്യങ്ങളിൽ മത അധ്യാപനക്ക് വിരുദ്ധമാണെങ്കിൽ സ്വീകാര്യമല്ല. അതല്ലെങ്കിൽ മതത്തിൻ്റെ അധ്യാപനക്ക് എതിരായി വരാത്ത കാലത്തോളം ഒരു നാട്ടിലുള്ള സമ്പ്രദായം, ഇപ്പം കണ്ണൂർ ജില്ലയിൽ കാണാം, കല്യാണം കഴിഞ്ഞാൽ ഭാര്യ വിട്ടു പോയി താമസിക്കാം. അതിൽ ആക്ഷേപിക്കേണ്ട വിഷയമൊന്നുമല്ല. അത് മറ്റു വല്ല പ്രശ്നമുണ്ടെങ്കിൽ അതിന് പറയാമെന്നല്ലാതെ അത് പാടില്ല, മതവിരുദ്ധമാണ് എന്ന് ഒറ്റവാക്കിൽ പറഞ്ഞ് അത് അവസാനിപ്പിക്കേണ്ടതല്ല. ആ നിലയ്ക്കൊരു നാട്ടിൽ തലമുറകളായി കാലങ്ങളായി അവർ ശീലിച്ചും സ്വീകരിച്ചും പോന്ന ഒരു തത്വത്തെ മതത്തിന് എതിരല്ലാത്തടത്തോളം കാലം എതിർക്കേണ്ട കാര്യമില്ല എന്നാണ് മനസ്സിലാകുന്നത്. അല്ലാഹു അഅലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.